ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേടിയേ. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഫരീസേര് ഒരിക്കലും ഈശോയുടെ അടുത്ത് വന്നിട്ട് വലിയൊരു പ്രശ്നം അവതരിപ്പിക്കുകയാണ്. ഫരീസേര് ഉപവസിക്കുന്നു, യോഹന്നാന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു. എന്തുകൊണ്ടാണ് ഈശോയുടെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത്? ഈശോന് കൊടുക്കുന്ന മറുപടി പ്രകാരമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 15-ാം തിരുവചനം. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖം ആചരിക്കാനാകുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. പക്ഷെ പറയുന്ന ധ്വനി ഇത് മാത്രമേ ഉള്ളൂ. അവരിപ്പോ ഉപവസിക്കേണ്ട കാര്യമില്ല. കാരണം അവര് എന്റെ കൂടെയാണ്, എന്റെ നിറസാന്നിധ്യത്തിലായിരിക്കുമ്പോൾ അതിൽ നോക്കേണ്ട കാര്യമില്ല. എന്തിനാ നമ്മൾ ഉപവാസമൊക്കെ എടുക്കുക? എന്നെ തന്നെ പരിത്യജിച്ച് എന്റെ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട്, എന്റെ ദൈവത്തിലേക്ക് അടുക്കുവാനുള്ള ശ്രമമാണ്. ഈശോ പറയാണ് അവരിപ്പോ എന്റെ കൂടെയാണ്, കൂടെ ഇരുന്ന് അനുഭവിച്ചാൽ മതി. പക്ഷേ ഞാൻ അവരിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയം വരും, അപ്പോൾ അവര് ഉപവസിക്കും. അപ്പൊ അവര് തീവ്രമായിട്ട് ആഗ്രഹിക്കും ഈശോ കൂടെയായിരിക്കാം. നിന്റെ ഭക്താഭ്യാസങ്ങളെ, നിന്റെ പ്രവൃത്തികളൊക്കെ നീ വേണ്ട രീതിയിലൊന്ന് വിലയിരുത്തണം എന്നൊരു സൂചനയുണ്ട്. എന്തെങ്കിലുമൊക്കെ കുറെ കാട്ടിക്കൂട്ടുന്നതിലല്ല, അത് ദൈവത്തെ അനുഭവിക്കാൻ തക്ക രീതിയിൽ യഥാർത്ഥമായ അർത്ഥതലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഭക്തകൃത്യങ്ങൾ എന്നൊരു സൂചനയാണ് ഇവിടെ തരിക. എല്ലാ പ്രവൃത്തികളും ഈശോയ്ക്ക് വേണ്ടി ആയിരിക്കട്ടെ, ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് നന്ദി പറയാണ്. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. ഈ വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിന്നിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമായ